വോട്ടുകൊള്ള ആരോപണത്തിന് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നീക്കവുമായി ഇന്ത്യ സഖ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ നിലപാട് കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. അതേസമയം രാഹുൽ ഗാന്ധിയുടെ വോട്ടവകാശ യാത്ര രണ്ടാം ദിനം പര്യടനം തുടരുകയാണ്. ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യ സഖ്യം ഇംപീച്ച്മെന്റ് നീക്കം തുടങ്ങിയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച ധാരണയിലെത്തിയത്. ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് പിന്തുണ തേടിയുള്ള ഒപ്പുശേഖരണം പ്രതിപക്ഷം ഉടൻ ആരംഭിക്കും. ചുരുങ്ങിയത് 50 എംപിമാരെങ്കിലും ഒപ്പിട്ടാലേ പാർലമെന്റിൽ പ്രമേയം അവതരിപ്പിക്കാനാകൂ. ആവശ്യമെങ്കിൽ ഇംപീച്ച്മെന്റ് നീക്കം നടത്തുമെന്ന് കോൺഗ്രസിന്റെ രാജ്യസഭാ എംപി സയ്യിദ് നസീർ ഹുസൈൻ അറിയിച്ചു. രാജ്യസഭയിലും ലോക്സഭയിലും പ്രമേയം പാസ്സാകണമെങ്കിൽ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. നിലവിലെ അംഗബലം അനുസരിച്ച് പ്രമേയം പാസ്സാകാൻ സാധ്യതയില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണമുന് കൂർപ്പിക്കാൻ ഇതുവഴി ഇന്ത്യ സഖ്യത്തിനാകും. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും തുടർന്നു. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഉച്ചവരെ നിർത്തിവെച്ചു. പാർലമെന്റ് വളപ്പിലും രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇന്ത്യ സഖ്യം പ്രതിഷേധവുമായി അണിനിരന്നു. അതേസമയം ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടവകാശ യാത്ര രണ്ടാം ദിനം പര്യടനം തുടരുകയാണ്. ദേവാറോഡ് അമ്പയിൽ തുടങ്ങിയ യാത്ര ഉച്ചയോടെ റാഫിഗഞ്ചിലെത്തി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.